ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളെക്കുറിച്ചാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 6 PSC ഉത്തരം സൂചികയിൽ 5 രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ 5 6 ഏത് ഓപ്ഷനാണ് ഉള്ളത് അത് രേഖപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനം ഇടുക്കി ജില്ലയിലാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോല ദേശീയ ഉദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടും ചോല. ഇനി നമുക്ക് ഇരവികുളം ദേശീയ ഉദ്യാനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമെന്നും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമെന്നും അറിയപ്പെടുന്നത് ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം ദേശീയ ഉദ്യാനത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1975. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവമായിട്ടുള്ള ഇനത്തിൽപ്പെട്ട വരയാടിന്റെ സംരക്ഷണ കേന്ദ്രം ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. ദേശീയ ഉദ്യാനമായിട്ട് ഇരവികുളത്തെ പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നതും ഇരവികുളം ദേശീയ ഉദ്യാനം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. വരയാടിന്റെ ശാസ്ത്രീയ നാമം നോക്കാം. വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നറിയപ്പെടുന്നത് വരയാടിനെയാണ്. അതിന്റെ സയന്റിഫിക് നെയിമാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം കൂടിയാണ് വരയാട്. തമിഴ്നാട്ടിലെ സംസ്ഥാന മൃഗം വരയാട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ ആണ്. വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള രാജമല ഇരവികുളത്തിന്റെ ഭാഗമാണ്. വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള രാജമല ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ ഭാഗമാണ്. അടുത്തായിട്ട് പെരിയാർ ദേശീയ ഉദ്യാനത്തെ കുറിച്ച് നോക്കാം. പെരിയാർ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഇടുക്കി ജില്ലയിലെ തന്നെ പീരുമേട് താലൂക്കാണ്. സ്ഥിതി ചെയ്യുന്ന വില്ലേജുകൾ കുമളി, മ്ലാപ്പാറ തുടങ്ങിയ വില്ലേജിലായിട്ട് പെരിയാർ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നു. 140 അധികം ഓർക്കിഡ് ഇനങ്ങൾ കാണപ്പെടുന്നു. 140 കൂടുതൽ ഓർക്കിഡ് ഇനം ഇവിടെ കാണപ്പെടുന്നു. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തെ കുറിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. വർഷം 1984. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി. വർഷം 1985 സെപ്റ്റംബർ 7. ബഫർ സോണായിട്ട് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തെ പ്രഖ്യാപിച്ച വർഷം 2007. സൈലന്റ് വാലിയെ ഒരു ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007. 98 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. 98 കിലോമീറ്റർ ഭാഗത്തോളം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക നിത്യഹരിത മരക്കാട്, അതേപോലെ പശ്ചിമഘട്ടം, നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഇതായിട്ട് വ്യാപിച്ചു കിടക്കുന്നതും കേരളത്തിലെ സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടും പശ്ചിമഘട്ടം, നീലഗിരി കുന്നുകൾ എന്നിവയിലും ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനമാണ്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്.
സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുക്കുറുത്തി ദേശീയോദ്യാനം. മുക്കുറുത്തി ദേശീയോദ്യാനം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് സൈലന്റ് വാലിയോട് ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1914. സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1914. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ്. റോബർട്ട് വൈറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ് സൈലന്റ് വാലിക്ക് ആ ഒരു പേര് നിർദ്ദേശിച്ചു കൊടുത്തത്. പുരാണങ്ങളിൽ സൈരന്ത്രി വനം എന്ന പേരിൽ സൈലന്റ് വാലി അറിയപ്പെടുന്നു. പുരാണങ്ങളിൽ സൈരന്ത്രി വനം എന്നാണ് സൈലന്റ് വാലിയെ അറിയപ്പെട്ടിരുന്നത്. ചീവീടുകളുടെ ശബ്ദം ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത്. ചീവീടുകളുടെ ശബ്ദം ഒട്ടും തന്നെ ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ഈ ഒരു പേര് ലഭിച്ചത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. ഒന്നുകൂടെ നോക്കാം. സൈലന്റ് വാലിയിൽ നിന്നും ഒഴുകുന്ന നദി, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയുമാണ്. മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദിയാണ് കുന്തിപ്പുഴ. മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദിയും കുന്തിപ്പുഴ ആണ്. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബുൾ. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷി ഇനമാണ് ബ്ലാക്ക് ബുൾബുൾ. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം ഓർക്കിഡാണ് ഏറിയ ത്യാഗി. ഏറിയ ത്യാഗി എന്ന അപൂർവ ഇനം ഓർക്കിഡുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നു. സൈലന്റ് വാലിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ സാന്നിധ്യം കാണപ്പെടുന്നു. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് എന്നുള്ളതാണ്. മക്കാക്ക സിലനസ് സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം കുലീനിയ എക്സാറിലിറ്റ എന്നാണ്. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം കുലീനിയ എക്സാറിലിറ്റ എക്സാറിലാറ്റ. കുലീനിയ എക്സാറിലാറ്റ എന്നുള്ളത് വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണമായിട്ടുള്ളത്. അതിന്റെ വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം കുലീനിയ എക്സാറിലാറ്റ. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009 സൈലന്റ് വാലിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പ് 2009 പുറത്തിറക്കിയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങൾ, അത് സ്ഥിതി ചെയ്യുന്ന ജില്ല, അത് എന്നാണ് ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് നോക്കാം. ഇരവികുളം ദേശീയ ഉദ്യാനം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. വർഷം 1978. ഇരവികുളം ഇടുക്കി 1978. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം പാലക്കാട് ജില്ല, വർഷം 1984. സൈലന്റ് വാലി പാലക്കാട് 1984. ആനമുടിച്ചോല ദേശീയ ഉദ്യാനം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. വർഷം 2003. ആനമുടിച്ചോല ഇടുക്കി 2003. മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനം ഇടുക്കി ജില്ല 2003. ഇടുക്കി ജില്ലയിൽ 2003 തന്നെയാണ് മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനവും നിലവിൽ വന്നത്. അടുത്തത് പാമ്പാടും ചോല ദേശീയ ഉദ്യാനവും ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. വർഷം 2003. ഇരവികുളം ദേശീയ ഉദ്യാനം ഇടുക്കി 1978. സൈലന്റ് വാലി പാലക്കാട് 1984. ആനമുടിച്ചോല ഇടുക്കി 2003. മതികെട്ടാൻ ചോല ഇടുക്കി 2003.
പാമ്പാടും ചോല ഇടുക്കി 2003 നിലവിൽ വന്നു. അടുത്തത് ആനമുടി ചോലയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ആനമുടി ചോല ദേശീയ ഉദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് വനങ്ങൾ ഏതാണ്? ചോല റിസർവ് ഫോറസ്റ്റുകൾ നോക്കാം. ഇടവര ചോല റിസർവ്, പുല്ലാർഡി ചോല റിസർവ്, മഞ്ഞവൻ ചോല റിസർവ് ഒക്കെ കാണപ്പെടുന്നത് ആനമുടി ചോലയിലാണ്. ആനമുടി ചോലയിലെ പ്രധാനപ്പെട്ട 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടവര ചോല റിസർവ്, പുല്ലാർഡി ചോല റിസർവ്, മഞ്ഞവൻ ചോല റിസർവ്. ആനമുടി ചോല ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം ആനമുടി ചോല ദേശീയ ഉദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടി ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ആനമുടി ചോല ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനത്തെ കുറിച്ച് നോക്കാം. മതികെട്ടാൻ ചോലയെ കുറിച്ച് നോക്കുമ്പോൾ മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻ ചോലയാണ്. ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ഉടുമ്പൻ ചോലയിലാണ് മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ് ലാൻഡ് ആയിട്ട് പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനമായിട്ട് മാറിയത്. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ് ലാൻഡ് ആയിട്ട് പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമലയാണ്. മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. മതികെട്ടാൻ ചോലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ നോക്കുമ്പോൾ ഉച്ചിൻകുത്തി പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ, അതായത് പന്നിയാറിന്റെ പോഷക നദികളായിട്ടുള്ള ഞാണ്ടാറും ഉച്ചിൻകുത്തി പുഴ, മതികെട്ടാൻ പുഴ എന്നിവയാണ് മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ. പാമ്പാടും ചോലയെ കുറിച്ചും കൂടെ നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടും ചോല ദേശീയ ഉദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോല ദേശീയ ഉദ്യാനം. 1.32 ചതുരശ്ര കിലോമീറ്റർ ദൈർഘ്യം മാത്രമേ പാമ്പാടും ചോല ദേശീയ ഉദ്യാനത്തിന് ഉള്ളൂ. കുറച്ച് കൺഫ്യൂസിംഗ് ഫാക്ട് നോക്കാം. കടവാവലുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം ദേശീയ ഉദ്യാനം അല്ലെങ്കിൽ മംഗളവനം വന്യജീവി സങ്കേതം. കടവാവലുകൾക്ക് പ്രശസ്തിയായിട്ടുള്ള ദേശീയ വന്യജീവി സങ്കേതം മംഗളവനം വന്യജീവി സങ്കേതം. കടവാവലുകൾ. അടുത്തത് പന്നിമൂക്കൻ തവളയെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. പന്നിമൂക്കൻ തവളകളെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. റീഡ് തവളകളെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കക്കയം വന്യജീവി സങ്കേതമാണ്. റീഡ് തവളകൾ കക്കയം വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നു. ചാമ്പൽ മലയണ്ണാനുകളെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിഞ്ഞാർ വന്യജീവി സങ്കേതമാണ്. ചാമ്പൽ മലയണ്ണാനുകളെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിഞ്ഞാർ വന്യജീവി സങ്കേതം. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മൾ പ്രധാനപ്പെട്ട കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ ഒരു അത്യാവശ്യം ബേസിക് ആയിട്ട് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ഇനി വേണ്ടുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കമന്റിൽ പറയാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുതേ. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.